എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ലൈവൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഷോർട്ട് വീഡിയോ ആയിട്ട് എടുത്തിടാം കേട്ടോ. വീഡിയോ ഇടാതിരിക്കാൻ മനസ്സ് വരുന്നില്ല, നിങ്ങൾ വെയിറ്റ് ചെയ്യുമെന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ നിൽക്കുകയാണെങ്കിൽ മുന്നോട്ടും പോകുന്നില്ല പുറകോട്ടും പോകുന്നില്ല എന്നുള്ളൊരവസ്ഥ, അങ്ങനെ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്യണോ അതോ മൂവ് ഓൺ ചെയ്ത് പോകാമോ എന്ന് ആണ് നമ്മൾ ഡിവൈൻ്റെ അടുത്ത് ചോദിക്കാൻ പോകുന്നത് കേട്ടോ. ഡിവൈൻ ഗൈഡൻസ് എന്നുള്ള രീതിയിൽ തന്നെ എടുത്തോളൂ. 3 ഡെക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് ഡെക്ക് നമ്പർ 1, ഡെക്ക് 2, ഡെക്ക് 3. ഈ 3 ഡെക്കിൽ ഒന്ന് ചൂസ് ചെയ്തോളൂ. 3 ഡെക്ക് വെച്ച് ഡിഫറെൻ്റ് ആയിട്ട് തന്നെ നോക്കാം, കാരണം എല്ലാവർക്കും ഒരേ ആൻസർ ആയിരിക്കില്ലല്ലോ. അതുകൊണ്ട് 3 ഡെക്കായിട്ട് നമുക്ക് ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. ഒരിക്കലും നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല. ഇപ്പോൾ ജനറൽ റീഡിങ്ങിൽ വരുന്ന കാര്യങ്ങൾ ഒരു ഗൈഡൻസ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് പേർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ, നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്താൽ മാത്രമേ യഥാർത്ഥ സിറ്റുവേഷൻ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. വേറെ എന്താണ്, അപ്പോൾ ഇതിൻ്റെ റീഡിംഗ് എന്ത് തന്നെ ആയാലും, ഇതിൻ്റെ റിസൾട്ട് എന്ത് തന്നെ ആയാലും അത് ന്യൂട്രലായിട്ട് കാണുക എന്നാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, തുടങ്ങാം റീഡിംഗ്. നമ്പർ 1 ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സ് അവരുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലാണ് ഡിവൈൻ. അവരുടെ പാർട്ട്ണറിന് വേണ്ടി വെയിറ്റ് ചെയ്യണോ മൂവ് ഓൺ ചെയ്ത് പോകണോ, എന്താണ് ഗൈഡൻസ്? എൻ്റെ വ്യൂവേഴ്സ് അവരുടെ പാർട്ട്ണറിന് വേണ്ടിയിട്ട്, അവരുടെ പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണോ മൂവ് ഓൺ ചെയ്യണോ, എന്താണ് ഗൈഡൻസ് എന്നൊന്ന് പറഞ്ഞു തരും. അവരുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് റെസ്പോൺസ് കിട്ടാൻ സാധ്യതയുണ്ടോ, ഒരു മൂവ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ടോ, ഒരു തിരിച്ചു വരാൻ സാധ്യതയുണ്ടോ എന്നൊന്ന് പറഞ്ഞു തരും. എടുക്കുകയാണേ. 7 of Cups, Ace of Pentacles, good. 4 of Cups, very good. Page of Wands, Lovers, I am happy. Ace of Wands, King of Wands. നിങ്ങളുടെ പേഴ്സൺ, ഈ ഗ്രൂപ്പുകാരുടെ പേഴ്സൺ തീർച്ചയായിട്ടും തിരിച്ചു വരും കേട്ടോ. നിങ്ങൾ ഇൻ കോണ്ടാക്റ്റിലല്ലെങ്കിൽ, നിങ്ങൾ സ്റ്റക്ക് സിറ്റുവേഷനിലാണ്, അല്ലെങ്കിൽ ഇവരെന്ത് ആക്ഷനാണ് ഇനി മുന്നോട്ട് എടുക്കാൻ പോകുന്നത്, ഇൻ കോണ്ടാക്റ്റിലാണെങ്കിൽ തന്നെ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാതെയൊക്കെ ഇവരിയ്ക്കുകയാണെങ്കിൽ അവർ തൽക്കാലം കൺഫ്യൂസ്ഡ് സിറ്റുവേഷൻ, അതായത് 7 of Cupsൻ്റെ ഒരു എനർജിയിലാണ് അവർ നിൽക്കുന്നതെങ്കിൽ കൺഫ്യൂസ്ഡ് സിറ്റുവേഷൻ ആയിരിക്കാം. റീസൺസ് പലതായിരിക്കാം അല്ലേ. അവർ കമ്മിറ്റ്മെൻറ്റ് തരാത്തതിൻ്റെ പല റീസൺസ് കാണും. ഒന്നുകിൽ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കും, അല്ലെങ്കിൽ തീരുമാനം എടുക്കാൻ കഴിയാതെ ജഗിള് ചെയ്യുന്നതായിരിക്കും, ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം, ജോബ് റിലേറ്റഡ് ഇഷ്യൂസ് ആയിരിക്കാം അല്ലെ, കരിയറൊക്കെ സെറ്റിൽ ആവാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യുകയാണോ, അങ്ങനെ പല ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഒന്ന് സോൾവ് ചെയ്തിട്ട് മുന്നോട്ട് പോകാം എന്നൊക്കെയുള്ള രീതിയിൽ അവർ പറയുന്നുണ്ടായിരിക്കും. അവിടെ നിങ്ങൾ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവർ ജെനുവിൻ ആണോ, നമ്മളുടെ അടുത്ത് ജെനുവിൻ ആയിട്ടാണോ നിൽക്കുന്നത്, ഞാൻ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണോ എന്നൊക്കെ നമുക്ക് തോന്നും അല്ലേ. അപ്പം അങ്ങനെ തോന്നുന്ന അവിടെ ഈ ഫസ്റ്റ് ഗ്രൂപ്പുകാർക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഹൈലി അട്രാക്റ്റഡ് ആണ്. അവർ നിങ്ങളെ കാണാതിരിക്കുമ്പോഴെല്ലാം അവർ നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യാറുണ്ട്. നിങ്ങളുമായിട്ട് ഒരു പുതിയ തുടക്കം വേണമെന്ന് തന്നെ അവർ ഉറച്ചു വിശ്വസിക്കുന്നു. തൽക്കാലം അവർ ചില കൺഫ്യൂഷൻസിൽ പെട്ടിരിക്കുകയാണ്. അവർക്ക് ചില റെസ്പോൺസിബിലിറ്റീസോ കാര്യങ്ങളോ എന്തൊക്കെയോ ഉണ്ട് ചെയ്ത് തീർക്കാൻ. പക്ഷേ നിങ്ങളോട് അവർക്ക് ഒരുപാട് സ്നേഹമാണ്. ലവേഴ്സ് കാർഡാണ് അവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ അവരുടെ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്ന് തന്നെ അവർ ഉറച്ചു വിശ്വസിക്കുന്നു. നിങ്ങളുമായിട്ട് ഒരു പുതിയ തുടക്കം വേണം എന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു റൊമാൻറ്റിക് ബിഗിനിങ് നിങ്ങളുമൊത്ത് വേണം, ഒരു ലൈഫ്, ഒരു മാരീഡ് ലൈഫൊക്കെ നിങ്ങളുടെ ഒപ്പം വേണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഒന്നുകിൽ ഇൻ കോണ്ടാക്റ്റ് ആയിരിക്കും, ചാറ്റ് അല്ലെങ്കിൽ സംസാരിക്കാറുണ്ടായിരിക്കും. അല്ല, സംസാരമില്ല, ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിങ്ങൾ ഇവർ വെച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊരു കോണ്ടാക്റ്റ് വരുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ
ഓൺലൈൻ ആക്ടിവിറ്റീസ് എല്ലാം ഇവർ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടായിരിക്കും എങ്ങനെയെങ്കിലുമൊക്കെ. ഓക്കെ, ആരെങ്കിലും വഴി നിങ്ങളുടെ അപ്ഡേറ്റ്സ് അവരെടുക്കുന്നുണ്ടായിരിക്കും. ഓൺലൈൻ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ വഴിയോ എല്ലാം ഇവർ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. കാരണം നിങ്ങളെല്ലാവർ വളരെ ഇൻട്രസ്റ്റഡ് ആണ്. തീർച്ചയായും നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്യാം എന്ന് തന്നെയാണ് ഡിവൈൻ പറയുന്നത്. 1-2 കാർഡ് ഇവിടെ എടുക്കാം. ദി എംപ്രസ്, നിങ്ങൾ അവരുടെ ലൈഫിലെ ഒരു എംപ്രസ് സാന്നിധ്യമാണ്. എന്ത് തന്നെ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അവർ തീർച്ചയായും അതെല്ലാം തരണം ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരും. കാരണം നിങ്ങളില്ലാതെ അവർക്ക് പറ്റില്ല എന്ന് തന്നെയാണ്. ഡെത്ത് വെച്ചിട്ട് നിങ്ങളുമായി ഒരു ന്യൂ ബിഗിനിങ്, എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും ആ സംഭവം ഒന്ന് അതിനൊരു ക്ലോഷർ കൊടുത്തിട്ട് നിങ്ങളുമായിട്ടൊരു പുതിയ ബിഗിനിങ് വേണമെന്ന് തന്നെയാണ് ഇവർ ആലോചിക്കുന്നത് കേട്ടോ. അവിടെ തീർച്ചയായും നിങ്ങൾക്ക് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. 5 ഓഫ് കപ്സ് വെച്ച് വീണ്ടും മിസ്സിങ് എനർജിയാണ്. നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എത്രയും വേഗം നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷനിൽ വരണം, കോണ്ടാക്റ്റ് ചെയ്യണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. 9 ഓഫ് കപ്സ്, അവർക്ക് ലൈഫിൽ ഒരു അച്ചീവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. തടസ്സം ഒരു കരിയർ റിലേറ്റഡ് ഇഷ്യൂ ഒക്കെ ആയിരുന്നെങ്കിൽ അവിടെ അത് ആ ഒരു ഫൈനാൻഷ്യൽ ഇഷ്യൂ ഒക്കെ ആയിരുന്നെങ്കിൽ അവിടെ അതിനൊരു തീരുമാനം അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ജോലി കിട്ടിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ കടങ്ങൾ തീർന്നിരിക്കാം, ഒരു പ്രൊമോഷൻ കിട്ടിയിരിക്കാം, എന്തെങ്കിലും ആ ഒരു അവരുടെ ലൈഫിൽ ഒരു അബണ്ടൻസ് അവർക്ക് വന്നിട്ടുണ്ട്. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്നവർ വിചാരിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റിവിറ്റിയുമായിട്ട് വന്ന ഒരാളാണ് എന്ന് തന്നെ അവർ വിചാരിക്കുന്നു കേട്ടോ. ദ സ്ട്രെങ്ത് വെച്ചിട്ട് നിങ്ങൾ ഇത്രയും നാൾ ക്ഷമയോടെ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. ഇനി അധികം വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. അവരെത്രയും വേഗം തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്ന് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. ഏസ് ഓഫ് സ്വാർട്സ്, എന്തെങ്കിലും ഡൗട്ട്, എന്തെങ്കിലും കൺഫ്യൂഷൻസ് അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ അതിന് ഒരു മെൻ്റൽ ക്ലാരിറ്റി അവർക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് എത്രയും വേഗം വരുന്നതാണ് എന്നും അവർ പറയാൻ ആഗ്രഹിക്കുന്നു. ഡിവൈൻ്റെ ഗൈഡൻസ് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല. മൂവ് ഓൺ ചെയ്യേണ്ട കാര്യമില്ല. ഇവർ തിരിച്ചു വരും എന്ന് തന്നെയാണ് ഡിവൈൻ്റെ ഗൈഡൻസ് ഫസ്റ്റ് ഗ്രൂപ്പുകാർക്ക്. ഓൾ ദി ബെസ്റ്റ്. ഇനി ഈ പൈലറ്റ് ചൂസ് ചെയ്തവർക്ക് സെക്കൻഡ് ഗ്രൂപ്പുകാർ. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സ് ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അവരുടെ പാർട്ട്ണറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണോ, മൂവ് ഓൺ ചെയ്യണോ? എന്തായിരിക്കും എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവർക്ക് വേണ്ടി എടുക്കുന്ന അടുത്ത മൂവ്മെൻറ്റ്? ഒരു തിരിച്ചു വരുന്നുണ്ടോ? കോണ്ടാക്റ്റ് വരുമോ? അവർക്ക് സ്നേഹമുണ്ടോ എന്നെല്ലാം കാണിച്ചു തരും. എൻ്റെ വ്യൂവേഴ്സ് അവരുടെ പേഴ്സണിന് വേണ്ടി, അവരുടെ പാർട്ട്ണറിന് വേണ്ടി വെയിറ്റ് ചെയ്യണോ, മൂവ് ഓൺ ചെയ്യണോ എന്നൊന്ന് കാണിച്ചു തരൂ പ്ലീസ്. എടുക്കാണേ. നൈറ്റ് ഓഫ് വാൻഡ്സ്, വാവ്. 7 of wands, 2 of pentacles, okay. Chariot, good. Ace of pentacles, very good. Queen of wands, 10 of wands, bottom of the deck. Clarify 10 of wands, clarify 10 of wands, clarify 10 of wands, 2 of wands. ഈ കാർഡ്സ് ഒന്ന് പറഞ്ഞിട്ട് കൂടുതൽ കാർഡ്സ് എടുക്കാം. നൈറ്റ് ഓഫ് വാൻഡ്സ് വെച്ച് ഈ ഗ്രൂപ്പുകാരും കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അവർക്കിപ്പോൾ ഒരു തടസ്സം എല്ലാം അവരുടെ റിലേഷൻഷിപ്പിൽ ഫീൽ ചെയ്യുന്നുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം. കൂടുതലായും തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് അവിടെ കാണുന്നത്. കാരണം 2 കാർഡ്സ് 2 ഓഫ് പെൻറ്റക്കിൾസും 2 ഓഫ് വാൻഡ്സും രണ്ടും തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ലോങ് ഡിസ്റ്റൻസ് മാത്രമല്ല, അവിടെ ആ ഒരു തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ കാണുന്നുണ്ട് കേട്ടോ. എന്ത് തന്നെ ആയാലും അവർ ആ തടസ്സങ്ങളെല്ലാം മറികടന്ന് അവരൊരു തീരുമാനം എടുക്കാൻ കഴിയാതെ ജഗിൾ ചെയ്യുമായിരുന്നു. എക്സോസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ ആ തടസ്സങ്ങളെല്ലാം മറികടന്ന് നിങ്ങളുടെ അടുത്തേക്ക് ഒരു തീരുമാനവുമായി വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുമായൊരു ന്യൂ ബിഗിനിങ് വേണം എന്നവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ക്വീൻ ഓഫ് വാൻഡ്സ് വെച്ച് നിങ്ങളെ പ്രതി അവർക്ക് റെസ്പെക്റ്റോട് കൂടിയ സ്നേഹമാണ് നിങ്ങളോട് അവർക്ക് തോന്നാറുള്ളത് കേട്ടോ. അവിടെ സിറ്റുവേഷൻ എന്തു തന്നെ ആയാലും അത് മറികടന്ന് ഒരു ഉറച്ച തീരുമാനമെടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരാം എന്നവർ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. കുറച്ച് കാർഡ്സ് കൂടെ എടുത്തിട്ട് ഒരു ഫൈനൽ കൺക്ലൂഷൻ ഡിവൈൻ എന്താണ് പറയുന്നതെന്ന് പറയും. കുറച്ച് കാർഡ്സ് കൂടെ തരൂ ഡിവൈൻ, കുറച്ച് കാർഡ്സ് കൂടെ തരൂ അവർക്ക് വേണ്ടിയിട്ട്. ഏസ് ഓഫ് സ്വാർഡ്സ്, അവർക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു റിയാലിറ്റി ചെക്ക് അവർക്ക് കിട്ടിയിട്ടുണ്ട്.
നിങ്ങൾ അവരുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു റിയാലിറ്റി ചെക്ക് തീർച്ചയായിട്ടും അവർക്ക് കിട്ടിയതായിട്ട് തന്നെ കാണുന്നു. ഒരു റിയലൈസേഷൻ അവർക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു ഉറച്ച തീരുമാനം എടുക്കാമെന്നവർ ചിന്തിക്കുന്നത്. 6 ഓഫ് കപ്സ് നിങ്ങളെ പറ്റി വളരെ നൊസ്റ്റാൾജിക്കായിട്ട് അവർ ഓർക്കുന്നതായിട്ടും കാണുന്നു കേട്ടോ. അവർ വിട്ട് നിൽക്കുന്ന ഇടയ്ക്ക് ഒന്ന് ഗ്യാപ്പ് എടുത്ത് കാണും ഇവർ. ഈ ഒരു കൺഫ്യൂഷൻ കാരണം നിങ്ങളുമായിട്ട് ഒരു ഗ്യാപ്പ് ഇട്ടിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ വിട്ടിരുന്ന സമയം മുഴുവൻ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു ഇവർക്ക്. നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ള ഓർമ്മകൾ തന്നെയായിരുന്നു ഇവർക്ക് എന്ന് തന്നെയാണ് കാണാൻ. നൊസ്റ്റാൾജിക്കായിട്ട് നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത മൊമെൻറ്റ്സ് ഒക്കെ ഇവർ ഓർക്കുന്നതായിട്ട് കാണുന്നു. 3 ഓഫ് കപ്സ് തീർച്ചയായിട്ടും അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് കേട്ടോ. തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം നിങ്ങളുടെ അടുത്ത് ഒരുപക്ഷെ ഫ്രണ്ട്സായിട്ട് മുന്നോട്ട് പോയാൽ മതി എന്നൊക്കെ ഉള്ള രീതിയിൽ ഇവർ പറഞ്ഞു കാണും. പക്ഷെ ആ പറഞ്ഞിട്ട് പോയവിടെയും നിങ്ങളെ മറക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ക്വീൻ ഓഫ് കപ്സ് നിങ്ങളെ പ്രതി ഹൈലി ഇമോഷണലായിട്ടും ഇവർ ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഇമോഷൻസിലെല്ലാം തന്നെ വിരഹമുണ്ട്, സങ്കടമുണ്ട്, സ്നേഹമുണ്ട്, എല്ലാം തന്നെ ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. ദ ഫൂൾ വെച്ചിട്ട് ഡിവൈൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം തന്നെ ഇവർ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു റിസ്ക് എടുത്ത് മുന്നോട്ട് വരാൻ അവർ തയ്യാറാണ് എന്നുള്ള രീതിയിലാണ് ഡിവൈൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ലവേഴ്സ്, ഓക്കെ, ഇനി കൂടുതലൊന്നും നോക്കാനില്ല. അവർക്ക് നിങ്ങളോട് സ്നേഹം തന്നെയാണ്. എന്ത് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിലും അതെല്ലാം മറികടന്ന് തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. ഇവർ മാരീഡ് ആണെങ്കിൽ ഇവരുടെ സ്പൗസ്, കുട്ടികൾ അങ്ങനെ ആയിരിക്കാം. അല്ല അൺമാരീഡ് ആണെങ്കിൽ മറ്റ് ഫാമിലി റെസ്പോൺസിബിലിറ്റിയോ അല്ല ജോബ് റിലേറ്റഡ് ഇഷ്യൂസോ അങ്ങനെ എന്തോ ആവാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് തടസ്സം നിൽക്കുന്ന ആ ഘടകം, അതിനാണ് നമ്മളിവിടെ തേർഡ് പാർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്ത് തന്നെ ആയാലും നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്നൊക്കെ അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. ആ തടസ്സങ്ങൾ അവരെന്ത് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും അതെല്ലാം മറികടന്ന് നിങ്ങളുടെ അടുത്തേക്ക് സ്നേഹത്തോടെ വരും എന്ന് തന്നെയാണ് ഡിവൈൻ പറയുന്നത്. ഈ ഗ്രൂപ്പുകാർക്കും തീർച്ചയായിട്ടും അവരുടെ പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. മൂവ് ഓൺ ചെയ്യുന്നൊരു സാഹചര്യം അവിടെ കാണുന്നില്ല. ഓക്കെ, ഇനി ലാസ്റ്റ് ഗ്രൂപ്പുകാർ, ഈ കാർഡ്സ് തിരഞ്ഞെടുത്തവർ, ഗ്രൂപ്പ് നമ്പർ 3. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സ് ഒരു റിലേഷൻഷിപ്പിലാണ്, അതിലവർ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നു. മുന്നോട്ടും പുറകോട്ടും പോകാത്ത ഒരവസ്ഥ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അവരവരുടെ പാർട്ട്ണറിന് വേണ്ടി വെയിറ്റ് ചെയ്യണോ മൂവ് ഓൺ ചെയ്യണോ എന്നൊന്ന് ഗൈഡൻസ് കൊടുക്കൂ. അവരുടെ പാർട്ട്ണർ എന്ത് തീരുമാനമെടുക്കാനാണ് സാധ്യത? അവരുടെ അടുത്തേക്ക് വരുമോ, മുന്നോട്ട് പോകുമോ, എന്താണ് അദ്ദേഹം ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ തീരുമാനം എന്തായിരിക്കും എന്നൊന്ന് പറഞ്ഞു തരൂ. ഇവർ വെയിറ്റ് ചെയ്യണോ മൂവ് ഓൺ ചെയ്യണോ എന്നൊന്ന് പറഞ്ഞു കൊടുക്കും. 2 കാർഡ്സ് താഴെ വീണു, ഞാൻ എടുക്കുന്നുണ്ട്. അവർ വെയിറ്റ് ചെയ്യണോ വേണ്ടയോ എന്നൊന്ന് പറഞ്ഞു കൊടുക്കൂ. മജീഷ്യൻ വീണു ആൻഡ് ദ ഫൂൾ വീണു. ഓക്കെ, 9 ഓഫ് കപ്സ്, 3 ഓഫ് വാൻഡ്സ്, 5 ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ, ഹെർമിറ്റ്. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്ന് നൈറ്റ് ഓഫ് കപ്സ്. ഓക്കെ, മജീഷ്യൻ വെച്ചിട്ട് തീർച്ചയായിട്ടും ഇവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് തന്നെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതെല്ലാം സോൾവ് ചെയ്യണം എന്നുള്ള രീതിയിൽ അവർ തുടർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടും പ്രാർത്ഥിക്കുന്നതായിട്ടും തന്നെയാണ് കാണുന്നത് കേട്ടോ. അങ്ങനെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അവരുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആവുന്നതായിട്ടാണ് കാണുന്നത്. ഇത് ഫുൾ വെച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള എല്ലാ റിസ്ക് ഫാക്ടേഴ്സും തന്നെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാം എന്നുള്ളൊരു ചിന്ത തന്നെയാണ് അവരുടെ മനസ്സിലുള്ളത്. 9 ഓഫ് കപ്സ് വെച്ച് നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് തന്നെ അവർ ഉറച്ച് വിശ്വസിക്കുന്നു കേട്ടോ. ഇവിടെ ഒരു തടസ്സമായിട്ട് വരുന്നത് ലോങ് ഡിസ്റ്റൻസും ഒരു തടസ്സമായിട്ട് വരുന്നുണ്ട്. ചിലർക്കൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തടസ്സമായിട്ട് വരുന്നുണ്ട്. മറ്റ് ചിലർക്ക് ഫൈനാൻഷ്യൽ ഇഷ്യൂസാണ് ഒരു തടസ്സമായിട്ട് കാണുന്നത്. ഓക്കെ, ഈ 3ഉം തന്നെ ഇവിടെ കാണുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ ഇവർ ഒരു ഒറ്റപ്പെടൽ ഒക്കെ ഫീൽ ചെയ്ത് അവിടെ ഇരിക്കുകയാണ്. 5 ഓഫ് പെൻറ്റക്കിൾസ് ആണെങ്കിൽ അവരവരുടെ ജോലിയിൽ കരിയറിലും എല്ലാം കുറച്ച് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വരുന്നതായിട്ട് കാണുന്നു. ലോങ് ഡിസ്റ്റൻസിലുള്ളവർ നിങ്ങൾ ഒരു വെയിറ്റിംഗ് പീരീഡിൽ വെക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം ഹെർമിറ്റിൻ്റെ എനർജിയാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഉടനെ അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധ്യതയില്ല. കാരണം അവിടെ ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി ഉണ്ട് അവർക്ക്. അവിടെ ജോലിയിൽ ശ്രദ്ധിച്ച് മതിയാകൂ എന്നുള്ളൊരു സിറ്റുവേഷൻ അവിടെ ഉണ്ട്. അഥവാ നിങ്ങളൊന്ന് വഴക്കൊക്കെ ഇട്ടൊന്ന് പിരിഞ്ഞിരിക്കുകയാണെങ്കിൽ അടുത്ത സിനാറിയോ
നിങ്ങൾ വഴക്കൊക്കെ ഇട്ടൊന്ന് പിരിഞ്ഞിരിക്കുകയാണെങ്കിൽ ആ വഴക്കൊക്കെ സോൾവ് ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് ഒരു അപ്പോളജിയൊക്കെ ആയിട്ട് ഒരു മാപ്പ് പറച്ചിലൊക്കെ ആയിട്ട് വരുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ഇതിൽ പല സിനാറിയോ കണക്റ്റായി. Give me some more cards. Some more cards to come. Please give me some more cards. Should my viewers wait or move on? ദി എംപറർ. പലർക്കും ഈഗോ ഒരു ഇഷ്യൂ ആയിട്ടും കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ തടസ്സമായിട്ട് അവരുടെ തന്നെ ഈഗോ, കാസ്റ്റ്, കൾച്ചർ, റിലിജിയൻ ഡിഫറൻസ്, സോഷ്യൽ സ്റ്റാറ്റസ് ഡിഫറൻസ്, അതെല്ലാം, ഏജ് ഗ്യാപ്പ്, അതെല്ലാം ഒരു തടസ്സമായിട്ട് അവിടെ കാണുന്നുണ്ട്. 4 ഓഫ് സ്വാർഡ്സ്, സ്ട്രെസ്സാണ് അവിടെ കാണുന്നത്, ബ്ലോക്കേജാണ് അവിടെ കാണുന്നത് കേട്ടോ. ദ വീൽ, എന്ത് തന്നെ ആയാലും ഈ സാഹചര്യം മാറി വരുമെന്ന് തന്നെ അവർ വിശ്വസിക്കുന്നതായിട്ടും കാണുന്നു. ഓക്കെ, ഇൻ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഈ എല്ലാ തടസ്സങ്ങളുണ്ടെങ്കിലും എസ്പെഷ്യലി ലോങ് ഡിസ്റ്റൻസിലുള്ളവർ, ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി ഉള്ളവർ, വഴക്കിട്ടിരിക്കുന്നവരെല്ലാം തന്നെ ഇൻ കമ്മ്യൂണിക്കേഷനിൽ വരാനുള്ള സാധ്യത അവിടെ കാണുന്നുണ്ട്. ഓക്കെ, 3 ഓഫ് കപ്സ്, തേർഡ് പാർട്ടി സിറ്റുവേഷനും പലരും അവിടെ ഫേസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്കിപ്പോൾ ക്ലിയർ ആയിട്ട് ഒരു ആൻസർ കിട്ടിയിട്ടില്ല. നിങ്ങൾ വെയിറ്റ് ചെയ്യണോ മൂവ് ഓൺ ചെയ്യണോ എന്ന് പറഞ്ഞ് ഇവിടെ മിക്സ്ഡ് ആയിട്ടാണ് നമുക്കൊരു റിയാക്ഷൻ വന്നത്. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നു, ലോങ് ഡിസ്റ്റൻസ് കാണുന്നു, ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി കാണുന്നു, വഴക്കിട്ട സിറ്റുവേഷൻ കാണുന്നു. വഴക്കിട്ട സിറ്റുവേഷനാണ്, കമ്മ്യൂണിക്കേഷൻ തീർച്ചയായും വരുന്നുണ്ട് എന്ന് തന്നെ ഡിവൈൻ പറഞ്ഞു. വെറും ഒരു വഴക്കാണ്, എന്താ പറയുക, മിസ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായും അവരുടെ പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ട് ഓരോ കാർഡ്സ് ഇത് ഞാൻ എടുക്കാൻ പോവാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ളവർ ഈ ഗ്രൂപ്പ് ചൂസ് ചെയ്തത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിൽ അവരുടെ പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്യണോ വേണ്ടയോ? ഡിവൈൻ, തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ളവർ വെയിറ്റ് ചെയ്യണോ വേണ്ടയോ? വെയിറ്റ് ചെയ്യണ്ട എന്നാണ്, മൂവ് ഓൺ എന്നാണ് ഡിവൈൻ അതിൻ്റെ ഉത്തരം പറഞ്ഞത് കേട്ടോ. ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി ആണ് അവിടെ ബുദ്ധിമുട്ടെങ്കിൽ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് അവിടെ തടസ്സമായിട്ട് നിൽക്കുന്നതെങ്കിൽ, ജോലി അങ്ങനെയൊക്കെയാണ് തടസ്സമായിട്ട് നിൽക്കുന്നതെങ്കിൽ എൻ്റെ വ്യൂവേഴ്സ് അവരുടെ പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്യണോ മൂവ് ഓൺ ചെയ്യണോ എന്നൊന്ന് പറഞ്ഞു തരും. വെയിറ്റ് ചെയ്യാമോ? അവിടെ വെയിറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. അതൊരു പോസിറ്റീവ് കാർഡാണ്. ഒരു പോസിറ്റീവ് സൈഡിലേക്ക് ആ ഒരു കാര്യം മാറി, അവരുടെ ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി മാറിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് അവർ വരുമെന്ന് തന്നെയാണ് പറയുന്നത്. ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റിയാണ് അവിടെ ബുദ്ധിമുട്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്യാം എന്ന് തന്നെയാണ് ഡിവൈൻ പറയുന്നത്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ അവിടെ അവർക്ക് വെയിറ്റ് ചെയ്യണോ വേണ്ടയോ? ജോലി സംബന്ധമായിട്ടായിരിക്കാം, മറ്റെന്ത് കാര്യം തന്നെയാണെങ്കിലും ലോങ് ഡിസ്റ്റൻസിലാണ് എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാമോ? തീർച്ചയായും വെയിറ്റ് ചെയ്യാം. ഒരു ഉറച്ച തീരുമാനവുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ മാത്രമാണ് നമുക്കൊരു നെഗറ്റീവ് വന്നത്. ഇനി എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഈഗോ അല്ലെങ്കിൽ കാസ്റ്റ്, കൾച്ചർ, റിലിജിയൻ ഡിഫറൻസ് ആണ്, സോഷ്യൽ സ്റ്റാറ്റസ് ഡിഫറൻസ് ആണ്, അങ്ങനത്തെ കാര്യം കൊണ്ട് അവർ മിണ്ടാതിരിക്കുകയാണെങ്കിൽ അവിടെ എൻ്റെ വ്യൂവേഴ്സ് ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിൽ അർത്ഥമുണ്ടോ? എസ്പെഷ്യലി ഈഗോ റിലേറ്റഡ് ഇഷ്യൂസ് ആണെങ്കിൽ. ഏസ് ഓഫ് വാൻസ് ആണ്. തീർച്ചയായും വെയിറ്റ് ചെയ്യാമെന്ന് തന്നെയാണ് കാണിക്കുന്നത്. അതായത് അവരുടെ തെറ്റ് മനസ്സിലാക്കി അവരുടെ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുമെന്ന് തന്നെയാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ മാത്രമാണ് നമുക്കൊരു മൂവ് ഓൺ എന്നൊരു കാര്യം നമുക്ക് കിട്ടിയത് ഈ ഗ്രൂപ്പുകാർക്ക്. ഓക്കെ, ബാക്കി എല്ലാ സിനാറിയോയിലും തന്നെ വെയിറ്റ് ചെയ്യാമെന്ന് തന്നെയാണ് ഡിവൈൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ്. ഒരു കുഞ്ഞു റീഡിങ് മാത്രമേ ഇടുന്നുള്ളൂ, കാരണം ലൈവും കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് ലോങ് ഡേ ആയിപ്പോയി. ഓക്കെ, പേഴ്സണൽ റീഡിങ്സും ബാക്കി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ സ്ക്രീനിൽ നമ്പർ കൊടുത്തേക്കാം, കോൺടാക്റ്റ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പും കൂടെ ഒന്ന് ചെയ്ത് തരണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കാരണം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഞാൻ നിങ്ങളിൽ കൂടെയാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ആദ്യം ഒരു ലിങ്ക് വേണ്ടത് അത്യാവശ്യമാണ്. ആ ലിങ്ക് എന്താണ്? സബ്സ്ക്രിപ്ഷനാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്തേക്കുക. വേറെന്താണ്, ഉടൻ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക.
സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക കേട്ടോ. എല്ലാം പോസിറ്റീവിലേക്ക് വരും എന്ന് തന്നെ ഉറച്ച് വിശ്വസിക്കുക. ഓക്കെ, ബൈ.